പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും ഈ ചിലപ്പോൾ വാളും പരിചയം പോലെ പരസ്പരം വിരുദ്ധമായിരിക്കും. വാള് വെട്ടാനും പരിചയം തടയാനുമാണല്ലോ. അത് ഒരുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിരുദ്ധമായ ആശയങ്ങൾ, ദൈവത്തിൻ്റെ മനസ്സൊന്ന്, നമ്മുടെ നേരെ എതിരാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ? അതായത് ഞാൻ എന്താ പറയാൻ കാര്യം അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ താബോർ മല കണ്ടില്ലേ? താബോർ മല കണ്ടപ്പോൾ താബോർ മല എന്താ സംഭവിക്കണത്? നമ്മൾ കണ്ടതാ. എന്നാൽ ഞാൻ ജസ്റ്റ് ഓർപ്പിക്കുക. കർത്താവ് താബോർ മലയിൽ വന്നപ്പോൾ യാക്കോബ് യോഹന്നാൻ പത്രോസിനെ കൂട്ടിക്കൊണ്ട് മുകളിൽ പോയി. കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ടു. ദൈവിക രൂപം, യഥാർത്ഥ ദൈവിക രൂപം അപ്പോസ്തലന്മാർ കണ്ടു. അപ്പോസ്തലന്മാർ പറഞ്ഞെന്താണ്? അവർ പരിഭ്രമിച്ചു പോയി, വിസ്മയിച്ചു പോയി പറഞ്ഞു, ഞങ്ങൾ 17:4 പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. എന്ത് പറയാനാണിത്? കാര്യം എന്താ പ്രശ്നം? ഇതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. സ്വന്തം കൂടാരം തന്നെ, ഭൂമിയിലെ കൂടാരം പൊളിക്കാനാണ് മുകളിൽ നിന്ന് ഓർഡർ വന്നിരിക്കുന്നത്. അത് ഇവർക്ക് അറിയത്തില്ലല്ലേ. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ച് നീക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഓർഡറാണ്
മുകളിൽ നിന്ന് വന്നിരിക്കണം. മോശെ ഏലിയായി അവനോട് പറഞ്ഞു, കൂടാരം പൊളിക്കാൻ സമയമായി കേട്ടാന്ന് പറഞ്ഞു. അതറിയണമെങ്കിലേ നിങ്ങൾ ആ 9:30 വായിക്കണം. ഈ താബോറിൻ്റെ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലൂക്കാത് കാര്യം പറയുന്നുണ്ട്. 9:30-31 വായിച്ചു ലൂക്കാട് സുവിശേഷം. അപ്പോൾ രണ്ടുപേർ മോശയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. എന്താണ് സംസാരിച്ചത് നോക്കിയേ? അവർ മഹത്വത്തോടെ കാണിക്കപ്പെട്ട അടുത്ത് തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവന്റെ കടന്നുപോകലിനെ കുറിച്ചാണ്, അവന്റെ മരണത്തെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പൊ മനസ്സിലായില്ലേ? അവന്റെ കൂടാരം ഭൂമിയിൽ നിന്ന് പൊളിച്ചു മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. അവന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ് കൂടാരം എന്ന്. കാര്യം അവരുടെ ജീവിതമായിരുന്നല്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ കൂടാരം പൊളിക്കുന്നു എന്നുള്ള സ്വയം അറിയണമെങ്കിലേ ഈ ഐസയ്യാ 38:12 വായിച്ച്. ആട്ടിടയന്റെ കൂടാരം പോലെ എന്റെ ഭവനം എന്നിൽ നിന്ന് പറിച്ചു മാറ്റിയിരിക്കുന്നു. ഈശോയുടെ ഭവനം, ഈശോയുടെ ഭൂമിയിലെ ജീവിതം പറിച്ചു മാറ്റുന്നു. നെയ്ത്തുകാരനെ പോലെ എന്റെ ജീവിതം ഞാൻ ചുരുട്ടിയിരിക്കുന്നു. എല്ലാം അവസാനിപ്പിക്കുന്നു. നെയ്ത്ത് അവസാനിപ്പിച്ച് ചുരുട്ടുകയാണ്. തറയിൽ നിന്ന് അവിടുന്ന് എന്നെ മുറിച്ചു നീക്കി. പകലും രാത്രിയും മുറിച്ചു നീക്കി. എന്നുവെച്ചാൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈശോ ഇറങ്ങി വരണത്. ഈശോ താബോറിലുള്ളത്. ഈശോയുടെ കൂടാരം തന്നെ ഈശോയ്ക്ക് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായി. കർത്താവിൻ്റെ ഭൂമിയിലെ കൂടാരം പൊളിച്ചു മാറ്റപ്പെടുകയും പാവ് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഇവിടെ കുറേ അണ്ണന്മാർ പറയണത് ഞങ്ങൾ 3 കൂടാരം ഇവിടെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മനുഷ്യൻ്റെ ആഗ്രഹവും ദൈവിക നിയോഗവും തമ്മിൽ ശരിക്കും അങ്ങ് കയറി കടിക്കുന്നുണ്ട്. നടക്കത്തില്ല, വിരുദ്ധമായിപ്പോയി. അങ്ങനെ വിരുദ്ധമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മളുടെ ഇഷ്ടം വേറെ ഒന്ന്. അങ്ങനെ എപ്പോഴും സംഭവിക്കും. ഞാൻ ഇന്നലെ ഒരു മരിപ്പിന് പോയി. 41 വയസ്സേ ഉള്ളു. പണ്ട് അവൻ്റെ കുഞ്ഞുനാളിലൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. അവൻ്റെ അപ്പനാണെങ്കിൽ അവിടെ നിന്നിട്ട് അവൻ്റെ അപ്പനാണ് ഭയങ്കര സങ്കടം. അദ്ദേഹം ഇങ്ങനെ ദുഃഖം കടിച്ച് അമർത്താൻ പറ്റാതെ ഇങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ചൂണ്ടിക്കാണിക്കണം. എന്ത് പറ്റി തന്നെത്താൻ ചോദിക്കണേ. വല്ലാത്തൊരു സീനായിപ്പോയി. ഞാൻ പിന്നെ അദ്ദേഹത്തെ പോയി സാന്ത്വനപ്പെടുത്തി. എന്നാലും അദ്ദേഹത്തിന് വയസ്സുണ്ട്. ഈ 40 വയസ്സിലെ മകൻ്റെ മരണം എങ്ങനെ സഹിക്കാം? അപ്പം ദൈവഹിതം ഒന്ന് വരുമ്പോൾ നമ്മുടെ ഇഷ്ടം വേറെ ആയിട്ട് തമ്മിലും ഒക്കെ പൊരുത്തപ്പെടുത്തില്ല. അപ്പം അങ്ങനെ പൊരുത്തപ്പെടാതെ ജീവിതത്തിൽ വരും. അങ്ങനെ പൊരുത്തപ്പെടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഈശോയ്ക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. പിതാവിൻ്റെ ഇഷ്ടം ഒന്ന്, ഈശോയുടെ ഇഷ്ടം ഒന്ന്. സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോട്ടെന്ന് ഈശോ പ്രാർത്ഥിക്കണില്ല. ജീവിതത്തിൽ മൊത്തം ഇതുണ്ട്. ഈ പാരഡോക്സ് ഉണ്ട്. ദൈവകൽപ്പന ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടം ഒന്ന്, നമ്മുടെ ഇഷ്ടം നേരെ മറ്റൊന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഉടനെ നിത്യപിതാവിൻ്റെ സ്വരമുണ്ട്. എന്താണ് ഈ അപ്പം പറയണത്? Matthew 17:5. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. അതാണ് വിഷയം. ഇങ്ങനെ അസന്നിഗ്ധമായ കഷ്ടം, ദൈവഹിതം ഒന്ന്, മനുഷ്യന്റെ ആഗ്രഹം വേറെ ഒന്ന് തമ്മിൽ കൂട്ടുമുട്ടുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്? കർത്താവിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയണത്? അതിനനുസരിക്കണം. അതാണ് ഒരു വിശ്വാസ തിരഞ്ഞെടുപ്പ്. ഇവനെ ശ്രവിക്കുവിൻ. ഈ വാക്ക് നേരത്തെ നമ്മൾ കേട്ടതല്ലേ? എവിടെ കേട്ട്? കർത്താവിനെ ന്യായസ്ഥാനപ്പെടുത്തുമ്പോൾ പിതാവ് വന്ന് ഈ സംസാരിച്ച് ഇതേ ഒരു വാക്ക് ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹൂം ഐ ആം വെൽ പ്ലീസ്ഡ് എന്നല്ല പറഞ്ഞത്. പക്ഷെ ഇപ്പം എന്താ പറയണത്? ഇപ്പം പ്ലീസിങ് ഒന്നും അല്ല പറയണത്. ഇപ്പം എന്താ പറയണത്? ഞാൻ പ്രസാദിച്ചെന്നല്ല പറയണത്, നിങ്ങൾ അവനെ ശ്രമിക്കണമെന്ന്. ഈ അസന്നിഗ്ധമായ ഘട്ടത്തിൽ എൻ്റെ ഇഷ്ടത്തിനെതിരെ നിങ്ങളുടെ ഇഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താണ്?
ഈശോയെ ശ്രമിക്കേണ്ടതാണ്. ഈശോ പറഞ്ഞ ആ മേഖലയിൽ ഈശോയുടെ വചനം എന്താണ്? അപ്പം നമ്മൾ സിമ്പിളല്ലേ? വിശ്വാസിയുടെ വെളിച്ചമാണ് വചനം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായ ദൈവിക ഇഷ്ടം വന്നാൽ, നമ്മുടെ ഇഷ്ടത്തിനെതിരെ ഒരു ദൈവ ഇഷ്ടമായിട്ട് വേറെ ഒരു നിയോഗം വന്നാൽ, പിന്നെ നമ്മുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് എന്താ? നമ്മുടെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ വചനമാണ് പാലിക്കേണ്ടത്. അങ്ങനെ പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിൽക്കാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിഷ. ഇത് എൻ്റെ ഹസ്ബൻഡ് രാജേഷ്. ഇതെൻ്റെ മൂത്ത മകൾ ഏഞ്ചലീന, ഇളയ മകൻ ഇവാൻ. ഞങ്ങൾ UK നിന്നാണ് വരുന്നത്. 2023 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുന്നതിനുള്ള കാരണം UK പോകുവാൻ ഒരു ചാൻസ് വന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ IELTS എക്സാം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു. കാരണം ഞാനൊരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. ഒരു തരത്തിലും എനിക്ക് IELTS എക്സാമിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് പഠിക്കുവാനുള്ള സമയവും കുറവായിരുന്നു. കാരണം മെയ് മാസം 1-ാം തീയതിയാണ് ഹസ്ബൻഡ് എന്നെ കൊണ്ടുവന്ന് IELTS എക്സാമിന് ഒരു കോച്ചിങ് സെൻറ്ററിൽ ചേർക്കുന്നത്. മെയ് 11-ാം തീയതി എക്സാം ഡേറ്റ് പറഞ്ഞു. 11 ദിവസം കൊണ്ട് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കത് പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ കമ്പനിക്ക് റിക്വസ്റ്റ് ഇട്ടു. അത് മെയ് 27 എന്നുള്ള ഡേറ്റ് തന്നു. അതിനുള്ളിൽ ഞാൻ എൻ്റെ മെഡിക്കലും പാസ്പോർട്ടും ഫാമിലി പാസ്പോർട്ടും എല്ലാം എടുത്തു. അതോടുകൂടി എനിക്ക് ഭയങ്കര ടെൻഷനുമായി. കാരണം ഈ IELTS എക്സാം പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്ക് പോകാനേ പറ്റത്തില്ല. ഒരേലൊരു ചാൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആ സാർ എന്നോട് പറഞ്ഞു, നീ തലകുത്തി നിന്നാലും ഈ എക്സാം മെയ് 27 പാസ്സാവത്തില്ല. കാരണം എനിക്ക് ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ കയറിയാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിച്ചിട്ട് എനിക്ക് ഒന്നും പുറത്തോട്ട് വരത്തില്ല. അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മ അന്നാ വീട്ടിലിരുന്ന് പഠിക്കും, ഇനി ആ സാറിൻ്റെ അടുത്ത് പോയി പഠിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഡൗൺലോഡ് ചെയ്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ ശക്തമായി പ്രാർത്ഥനയും മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ മെയ് 27-ാം തീയതി ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോൾ ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ എക്സാം സെൻറ്ററിൽ കയറി. എനിക്ക് ആകെപ്പാടെ ടെൻഷനായി. അവരുടെ ചെക്കപ്പും എല്ലാം പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ ഡൗണായി. അമ്മയുടെ കാശ് രൂപം മാത്രമുണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ അമ്മയെ മുറുകെ പിടിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോഴും എൻ്റെ പ്രതീക്ഷ, ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, അമ്മ മാതാവ് നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു തരും, നമുക്ക് എഴുതാം. പക്ഷേ എനിക്കൊന്നും ഉണ്ടായില്ല. എനിക്കൊന്നും എഴുതാനും പറ്റിയില്ല. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്നു. കറക്കി കുത്തി എന്തൊക്കെയോ കാണിച്ച് ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ ഇറങ്ങിയിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, സാരമില്ല, പോയാൽ പൊക്കോട്ടെ, സാരമില്ല, കരയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഇനി എന്നെ ഈ പടി ചവിട്ടിക്കരുതേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല, നിൻ്റെ ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാൽ എന്നെ ഈ എക്സാം പാസ്സാക്കി തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ എക്സാമിന് ഞാൻ UK പോകാനുള്ള IELTS ഉള്ള സ്കോർ കിട്ടി. അതോടൊപ്പം ഞാൻ രണ്ടാമതായി വെച്ച ഉടമ്പടിയായിരുന്നു എൻ്റെ ഫാമിലിയെയും എത്രയും പെട്ടെന്ന് UK എത്തിക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ മോള് അപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 18 എബോവ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് വിസയിൽ മോളെ കൊണ്ടുപോകുവാൻ പറ്റത്തില്ല 18 എബോവ് ആയതുകൊണ്ട്. എങ്കിലും ഞാൻ ആ ഉടമ്പടിയിൽ വെച്ചു, മാതാവേ, എൻ്റെ ഫാമിലിയെ മുഴുവനും UK എത്തിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ പോയത് ഒരു നേഴ്സിംഗ് ഹോമിലോട്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്നു. അതിനിടയിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നു. അതിനകത്തോട്ട് മോൾ ആപ്ലിക്കേഷൻ ഇട്ടു. അങ്ങനെ മോളുടെ ഇൻ്റർവ്യൂവും എല്ലാം IELTSും എല്ലാം പാസ്സായി. അമ്മ മാതാവ് മോളെയും സെയിം നേഴ്സിംഗ് ഹോമിൽ തന്നെ ജോലി കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടുകൂടി
എൻ്റെ ഉടമ്പടിയൊക്കെ ഞാൻ പതിയെ ഉഴപ്പി തുടങ്ങി. കാരണം ഫാമിലി എല്ലാം അവിടെയായി. പ്രാർത്ഥനയുണ്ട്, അമ്മ മാതാവിനോട് ഭക്തിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉഴപ്പി. അതിന് ഞാൻ അമ്മ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് 2024 ഒക്ടോബറിൽ ഞങ്ങൾ വെക്കേഷന് വരുന്നു, ഇവിടെ വരുന്നു. ഉടമ്പടി ഉഴപ്പിയിരിക്കുന്നത് കൊണ്ട് തന്നെയും ആദ്യത്തെ ഒരു 3 മാസമാണ് ഞാൻ പ്രോപ്പറായിട്ട് ഉടമ്പടി കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം കേൾക്കുന്നില്ല, അച്ഛൻ്റെ ധ്യാനം കേൾക്കുന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി എങ്ങനെ പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും എനിക്കറിയില്ല. UK പോകുന്നതിന് മുമ്പ് വന്ന് ഞാനിവിടെ ഉടമ്പടി പുതുക്കി, പക്ഷേ സാക്ഷ്യം പറഞ്ഞില്ല. കാരണം ഞാനിവിടെ വന്നപ്പോൾ ഈ തിരക്കും ബഹളവും എല്ലാം കണ്ട് ഞാൻ സാക്ഷ്യം പറയാതെ തിരിച്ചു പോയി. അങ്ങനെ ഒക്ടോബർ മാസം ഞാനിവിടെ എത്തി. ഒക്ടോബർ മാസം എത്തിയെങ്കിലും ഞാൻ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചേച്ച് പോയി. ഉടമ്പടി പുതുക്കുകയോ അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഞാൻ തിരിച്ചു പോയി. അങ്ങനെ നവംബർ ആദ്യത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് UK സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്യുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉടമ്പടിയുടെ കാര്യം പാടെ മറന്ന് ജീവിക്കുന്നു. എന്നാൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഉടമ്പടി ലൈഫ് എന്നിൽ നിന്ന് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബർ 9 എൻ്റെ മമ്മിക്ക് ആൾ നല്ല ഹെൽത്തി ആയിരുന്നു, ഒരു പ്രശ്നവുമില്ലാതിരുന്ന മമ്മി സ്ട്രോക്ക് വന്ന് വീണു. അങ്ങനെ ഇവിടുന്ന് ഫോൺ വരുന്നു, മമ്മിക്ക് സ്ട്രോക്ക് വന്നു. മമ്മീനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. അവസ്ഥകൾ ഡോക്ടറോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നു വൈകിപ്പോയി, കോമ സ്റ്റേജിലാണ്. കാരണം ബ്ലീഡിങ് ആയിരിക്കുന്നു, ഒരു 90% ബ്ലീഡിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. ആൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോൾ തന്നെ കോമ സ്റ്റേജിലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു ഇനി നമുക്കൊരു ചാൻസ് ഇല്ല, UK മോള് വരികയാണെങ്കിൽ നമുക്ക് വെൻറ്റിലേറ്റർ നീക്കിയേക്കാം. വെൻറ്റിലേറ്ററിലാണ് വന്നപ്പോൾ തന്നെ അവരാക്കിയത്. വെൻറ്റിലേറ്റർ നമുക്ക് നീക്കിയേക്കാം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ആങ്ങള പറയുന്നു ഓക്കെ പെങ്ങൾ വന്നിട്ട് നമുക്ക് വെൻറ്റിലേറ്റർ നീക്കാം ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം 9 സ്ട്രോക്ക് ഉണ്ടായി. 11 ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നു. എത്തിക്കഴിഞ്ഞപ്പോൾ ആങ്ങള ബില്ലെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, പേ ചെയ്ത് വെൻറ്റിലേറ്റർ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് പറയുന്നു ഇനി മമ്മീനെ രക്ഷിക്കാൻ പറ്റത്തില്ല, ഇത്രയും ഓൾറെഡി ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. കാരണം ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കൂടുതലും എല്ലാം കൊണ്ടും ആയിരുന്നത് കൊണ്ട് മോന് ക്ലാസ് കളയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് ഞാൻ തനിയെയാണ് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ തനിയെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് വരണം, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കണം, എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് വരണം. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും എടുത്തിട്ട് പറഞ്ഞു ഇല്ല മമ്മിക്ക് ഒരു കുഴപ്പവും വരികയില്ല, മമ്മീനെ മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലിരുന്ന സമയത്ത് മുഴുവനും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് നീ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഉടമ്പടി ലൈഫ് ഞാൻ ഉഴപ്പി നിന്നിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് നിന്നിലോട്ട് അടുപ്പിക്കാനാണ് എനിക്ക് ഈ പരീക്ഷണം തരുന്നതെങ്കിൽ എൻ്റെ മാതാവേ എന്നെ കൈവിടരുതേ, മമ്മീനെ കൈവിടരുതേ. കാരണം പപ്പയും മരിച്ചുപോയി, ഇപ്പം മമ്മി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മമ്മിയെ തിരിച്ചു തരണമേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഒരുപാട് ജപമാലയും ഞാൻ ഉറങ്ങാതിരുന്ന് ഫ്ലൈറ്റിൽ ഇരുന്നെത്തിച്ചു. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വേഗം പോയി മമ്മീനെ കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ഉടമ്പടി കാശി രൂപം മമ്മിയുടെ തലയിൽ തൊട്ടു, തൈലം തേച്ചു. മമ്മി മമ്മി എന്ന് വിളിച്ചപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് മമ്മി കണ്ണ് തുറന്നു നോക്കി. അതുവരെ കോമ സ്റ്റേജിൽ അനക്കമില്ലാതെ കിടന്ന മമ്മി കണ്ണ് തുറന്ന് തളർന്നു കിടന്ന മമ്മി ഒരു കാല് വലിച്ച് പുറകോട്ട് കുത്തി. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു മമ്മി അനങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ ഫ്ലൈറ്റിൽ വന്നതിൻ്റെ ഹാലൂസിനേഷൻ ആയിരിക്കും, നിനക്ക് ഫ്ലൈറ്റിൽ വന്നിട്ട് നിനക്ക് അന്നിങ്ങനെ തോന്നുന്നതാണ്, അതല്ലാതെ മമ്മി അനങ്ങത്തില്ല, മമ്മി കോമ സ്റ്റേജിൽ പോയതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 7 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു അമ്മയുടെ കാര്യത്തിൽ എന്ത് മിറക്കിളാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു 20% പോലും ചാൻസ് ഇല്ലാതിരുന്ന അമ്മയ്ക്ക് 70% സർജറി സാധ്യത ഞങ്ങൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ മമ്മിക്ക് സർജറി കഴിഞ്ഞു. ആ മമ്മി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് പുറത്ത് വണ്ടിയിലിരിക്കുകയാണ്. ഇപ്പം ഒരാൾ പിടിച്ചാൽ നടക്കാവുന്ന അവസ്ഥയിൽ, പൂർണ്ണ റിക്കവറി ആയിട്ടില്ലെങ്കിലും ഒരാൾ പിടിച്ചാൽ നടക്കുന്ന ഒരവസ്ഥയിലോട്ട് മമ്മി എത്തിയിട്ടുണ്ട്, പുറത്ത് വന്നിട്ടുണ്ട്. UK നിന്ന് ഞങ്ങൾ വന്നിട്ട് ഇതുവരെ ഞാൻ മമ്മീനെ കണ്ടിട്ടില്ല, ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. മമ്മി പുറത്തുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആദ്യമായി ഞാനിപ്പോൾ മമ്മീനെ കാണാൻ പോകുന്നതും അമ്മയുടെ തിരുമുമ്പിൽ വെച്ചാണ്.
പിന്നെ അടുത്തതായി എൻ്റെ സാക്ഷ്യം, ഒക്ടോബറിൽ നാട്ടിൽ വന്നപ്പോൾ അമ്മ കുറേ അനുഭവം ഞങ്ങൾക്ക് തന്നിരുന്നു. കാരണം അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞ് പോവരുത് എന്ന് കാണിക്കാൻ വേണ്ടി കുറേ സൂചനകൾ തന്നിരുന്നു. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് മിസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങളുടെ പാസ്പോർട്ടും ബാക്കി സംഭവങ്ങളിരുന്ന ബാഗ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് മിസ്സായി. അപ്പോഴും ഞങ്ങൾ ഒരുപാട് ഭയന്നു. അപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ആ ബാഗ് തിരിച്ചു കിട്ടി. പിന്നെ UK ചെന്നിട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു കല്യാണ ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ശാന്തൻപാറയാണ്, ഇടുക്കി ശാന്തൻപാറ. ഹസ്ബൻഡ് വന്നെങ്കിലും ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് നമുക്ക് സ്ഥലം അളക്കുന്നതിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ആ സ്ഥലം അളക്കുന്നതിന് വേണ്ടി ഒരു 15-20 അടി ഉയരത്തിൽ നിന്ന് കയറ് പിടിച്ചു കൊടുക്കുന്നതിനിടയിൽ ഹസ്ബൻഡ് അറിയാതെ കാല് കെട്ടി താഴോട്ട് പോയി. അപ്പോൾ താഴെ ഉണ്ടായിരുന്ന വീട്ടുകാർ അവരുടെ പെരപണിക്കായി കല്ലും മണലും സിമൻറ്റും ഒക്കെ ഇറക്കിയിട്ടിരുന്ന സ്ഥലമായിരുന്നു അത്. പക്ഷേ തലേ ദിവസം അവർ ആൾക്കാരെ നിർത്തി അത് ക്ലീനാക്കി അവിടെ എല്ലാം ക്ലീനാക്കിയിട്ടിരിക്കുകയായിരുന്നു. എന്നാലും അവിടെ ഡേഞ്ചറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും തട്ടാതെ അമ്മ മാതാവ് അതിൻ്റെ ഇടയിൽ തന്നെ ഹസ്ബൻഡിനെ കൊണ്ട് വീഴിച്ചു. അത്രയും ഉയരത്തിൽ നിന്നാണ് ഹസ്ബൻഡ് വീണതെങ്കിലും അമ്മ മാതാവ് ഒരു പോറൽ പോലും ഏൽക്കാതെ ഹസ്ബൻഡിനെ രക്ഷിച്ചു. പിന്നെ UK-യിലെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കിട്ടാനായിട്ട്. അങ്ങനെ ഹസ്ബൻഡ് ഡ്രൈവിംഗ് ലൈസൻസിന് പോയി കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലവും വണ്ടി ഓടിക്കുന്ന കാറിൻ്റെ 4 ടയറിലും ഉടമ്പടി തൈലം കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പുമിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു. ആ ഇൻസ്ട്രക്ടറുടെ സ്ഥാനത്ത് നീ ആയിരിക്കണമേ ഈശോയെ ഇരിക്കണത്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം അവിടെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത ഡേറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് ആ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. പിന്നെ ഞാനും മോളും തിയറി ടെസ്റ്റ് എഴുതാൻ പോയി. അതും ഒരു ഡേറ്റ് എടുക്കേണ്ട ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഡേറ്റ് എടുക്കുന്നതിനിടയിൽ മകൾ പറഞ്ഞു, അമ്മേ 17-ാം തീയതി ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അച്ഛൻ ആ ധ്യാനത്തിൻ്റെ ഇടയിൽ 17 എന്നൊരു നമ്പർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്മൾ പാസ്സായി, എടുത്തോ മോനെ, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ മോൾക്ക് 2:30 മണിക്കും എനിക്ക് 5:30 മണിക്കും ഡേറ്റ് കിട്ടി, 17-ാം തീയതി. അതൊരു ചൊവ്വാഴ്ചയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമായി പോയിട്ട് എഴുതിയതാണ്. ആദ്യം ഒരുപാട് പ്രിപ്പയർ ഒന്നും ആവാണ്ട് പോയി എഴുതിയ എക്സാം ആയിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് അതും സാധിച്ചു കിട്ടി. അതുപോലെ നമുക്ക് ഒരുപാട് കുഞ്ഞു അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടി. പ്രാർത്ഥിക്കുന്ന സമയത്ത് പച്ചത്തിരിയിലും നീലത്തിരിയിലും ഹാർട്ട് അടയാളവും മഴവില്ലിൻ്റെ രൂപത്തിലും ഒക്കെ അമ്മ അടയാളം തന്നിട്ടുണ്ട്. അടയാളങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചു പോയതിന് മാപ്പ് ചോദിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സാക്ഷ്യം പറയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ സാക്ഷ്യം പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഡേറ്റ് എടുത്ത് ഞങ്ങളിപ്പോൾ വന്നത്. ഇപ്പോൾ പോലും ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിരുന്നു, പോസ്റ്റ്പോണ്ട് ചെയ്തിരുന്നു. എന്നിട്ടും തിരിച്ച് അമ്മ കറക്റ്റ് ഡേറ്റിൽ തന്നെ ഞങ്ങളെ ഇവിടെ എത്തിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ആര് സഹായം ചോദിച്ചു വന്നാലും ഞങ്ങൾ സഹായിക്കും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. സഹായം ചെയ്യുന്നതിൽ ഒരു മടിയുമില്ല. പിന്നെ ഓൺലൈൻ വഴിയേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അവിടെ നമുക്കല്ലാതെ ഇങ്ങനെ സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ അനാഥാലയത്തിലും പിന്നെ ക്യാൻസർ പേഷ്യൻസിനും അങ്ങനെ പൈസ ആവശ്യമുള്ളവർക്കെല്ലാം നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ജോലി തന്നെ ഞങ്ങളുടെ ഒരു കാരുണ്യ പ്രവർത്തികളാണ്. നഴ്സിംഗ് ഹോമിൽ ചെയ്യുന്ന ജോലി. പണ്ടൊക്കെ ആണെങ്കിൽ ദേഷ്യം വരുമായിരുന്നു, ചെയ്തു കഴിയുമ്പോൾ ദേഷ്യം വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമാധാനത്തോടും ശാന്തതയോടും കൂടെ അവരെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കാനും എല്ലാം ഈശോ കൃപ തരുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം. ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ പത്രം ഞാൻ എല്ലാവർക്കും വിതരണം ചെയ്തിട്ടാണ് പോയത്. അന്നൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു പത്രം കൊടുക്കാൻ. എനിക്ക് സേഫ് സോൺ എന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമാണ് ഞാൻ കൊടുത്തത്. പക്ഷേ ഇപ്പം അതെല്ലാം മാറി. എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ആത്മീയ വളർച്ച എന്ന് പറയാനായിട്ട്
പണ്ടും പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളി പോകുമായിരുന്നെങ്കിലും ഞായറാഴ്ച കുർബാനകൾ അങ്ങനെ ഇപ്പോഴും ഞങ്ങൾക്ക് ഞായറാഴ്ച കുർബാന മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ. എന്നാലും ആ കുർബാന എന്താണെന്നും അതിൽ എങ്ങനെയാണ് പങ്കെടുക്കേണ്ടതെന്നും ഈ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലായത്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും ഈ ഉടമ്പടി വഴിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഉടമ്പടി ജീവിതം തുടങ്ങിയേ പിന്നെ ക്ഷമിക്കാനുള്ള കൃപ കിട്ടി. അതാണ് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. ഇങ്ങനെ കോടാനുകോടി ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. ജോയൽ 2:23 ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. നിഷ രാജേഷ് എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തിയതും ഉടമ്പടിയിൽ ഇടക്കാലത്ത് വന്ന അലസതയിൽ അമ്മയിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവന്ന് കൂടുതൽ ഉടമ്പടിയിലുള്ള വിശ്വാസത്തെ ശാക്തീകരിച്ചു കൊടുത്ത് അടയാളങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും ഈശോയുടെ ശക്തിയും എത്രത്തോളമെന്ന് കുടുംബത്തിന് ബോധ്യപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. സഹോദരിയും മകളും വിദേശത്ത് ജോലിക്ക് വേണ്ടി അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൽ എത്തിച്ചതും അതിൻ്റെ തടസ്സങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുത്തതും കുടുംബം ഒരുമിച്ച് അവിടെ എത്തിച്ചേരുവാനും കൂടുതൽ സുരക്ഷിതമായ മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം അവിടെ ഒരുക്കി കിട്ടിയതും ഒക്കെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. ഉടമ്പടിയിൽ നമ്മൾ അമ്മ മാതാവിനോട് ചേർന്ന് നടക്കുമ്പോൾ അതൊരു താൽക്കാലികമായ ബന്ധമോ അല്പകാലത്തേക്കുള്ള ഒരു നടത്തമോ അല്ല എന്ന് ഉറപ്പുവരുത്തണം. ഉടമ്പടി നമ്മുടെ സംസ്കാരം മാറ്റുകയാണ്, നമ്മുടെ ജീവിതശൈലികൾ മാറ്റുകയാണ്, നമ്മൾ ദൈവത്തെ കണ്ടിരുന്ന ബന്ധത്തിൻ്റെ അവസ്ഥകളെ മാറ്റിത്തരികയാണ്. കുറേ കൂടി അറിഞ്ഞ് സ്നേഹിച്ച് നാം അനുഭവിച്ച ദൈവത്തെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ആത്മശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഉടമ്പടിയിലൂടെയാണ് അനുഗ്രഹം പ്രാപിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്ന് അലസമായ അലക്ഷ്യമായ ആസക്തിയുള്ള ജീവിതങ്ങളിലേക്കൊക്കെ ചെന്ന് വീഴുമ്പോൾ വീണ്ടും അത് കഷ്ടതകൾക്ക് കാരണമായി പോകുന്നത്. അച്ഛൻ അതുകൊണ്ട് പറയും, ജോസഫ് അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിക്കും, ഉടമ്പടി ഗൗരവമുള്ള വിഷയമാണ്. എന്തെങ്കിലും ഒരു താൽക്കാലിക കാര്യം നേടുവാൻ വേണ്ടി ഓടിച്ചാടി വന്ന് എടുക്കേണ്ട കാര്യമേ അല്ല അങ്ങനെ ഉടമ്പടി എടുക്കരുതെന്ന്. കാരണം ദൈവം നമ്മൾ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ സമർപ്പണം കണ്ടുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച് യാതൊരു സാധ്യതയുമില്ലാത്തപ്പോൾ, യാതൊരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമില്ലാത്തപ്പോൾ നമ്മളെ അനുഗ്രഹിച്ച് കൈപിടിച്ചുയർത്തി മുന്നോട്ട് നയിക്കുമ്പോൾ ആ ദൈവത്തോട് കൂടുതൽ എളിമയുള്ള, കൂടുതൽ വിശ്വസ്തതയുള്ള, കൂടുതൽ ദൈവസ്നേഹമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. സഹോദരി സൂചിപ്പിച്ചു, 1-2 തകർച്ചകൾ ഇടയ്ക്ക് വന്നു പോയത് അത് അമ്മയ്ക്ക് വന്നൊരു രോഗം. പക്ഷേ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഡോക്ടർമാർ പോലും കൈവിട്ട അമ്മയുടെ ഗൗരവമുള്ള രോഗം അത് ഇന്ന് ജീവനോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മയ്ക്ക് വീണ്ടും ആരോഗ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി. ജീവിത പങ്കാളിക്ക് അവിചാരിതമായുണ്ടായ ഒരു അപകടം അത് പൊന്നുപോലെ ഒരു മെത്തയിലെന്നതുപോലെ വീഴുകയും തൊട്ടടുത്ത ദിവസം തന്നെ വിദേശത്തേക്ക് ഫ്ലൈറ്റ് കയറുവാൻ പറ്റും വിധത്തിൽ ഒരു ക്ലേശവുമില്ലാതെ 15 അടി മുകളിൽ നിന്ന് വീണിട്ടും യാതൊരു അപകടവുമില്ലാതെ അമ്മ മാതാവ് കാത്തുകൊണ്ടതിനെ ഇവിടെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഉടമ്പടി ഭാരങ്ങളെ ലഘൂകരിക്കും. ഉടമ്പടി അസാധ്യമെന്ന് കരുതുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. ഉടമ്പടി ആത്മീയ അഭിഷേകങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ചു നൽകും. നമ്മൾ അമ്മയോട് ചേർന്ന് നടന്നാൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഏതൊരിടത്തിലും നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ അമ്മ കൂടെ നിൽക്കുന്നത് അനുഭവത്തിലൂടെ നമുക്ക് കാണുവാനാവും. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം ജീവിക്കുകയും പ്രവേശിക്കുകയും ഉടമ്പടിയിൽ തുടരുകയും ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിനോട് പറയേണ്ടതൊന്നേയുള്ളൂ,
എൻ്റെ നാഥൻ ഈശോയാണ്. എൻ്റെ അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് തിന്മയായിട്ടുള്ളവയിൽ നിന്ന് പൂർണ്ണമായി മാറി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്നവ സന്തോഷത്തോടെ ചെയ്തു കൊടുത്തും ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ നന്മയിൽ, കൂടുതൽ എളിമയിൽ, കൂടുതൽ ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുമെന്ന്. ഉടമ്പടി അതുകൊണ്ട് ഭാരപ്പെട്ടൊരു ജീവിതമല്ല, ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ട് ഈ കുടുംബം കടന്നുപോയ ഉടമ്പടിയുടെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച്, ദൈവ സാന്നിധ്യാനുഭവങ്ങളും അല്പം അകന്നപ്പോൾ വന്ന ക്ലേശങ്ങളും എങ്കിൽ അനുതപിച്ചാൽ ആ നിമിഷം തന്നെ കൂടെ നിന്ന് സഹായിക്കുന്ന അമ്മയുടെയും ഈശോയുടെയും ശക്തമായ സാന്നിധ്യത്തെയും ഈ അൾത്താരയിൽ പങ്കുവച്ചു. നമ്മുടെ ജീവിതങ്ങളെ ഉടമ്പടിയോട് ചേർത്ത് വയ്ക്കാം. അത് അനുഗ്രഹത്തിന്, സുരക്ഷിതത്വത്തിന്, സമൃദ്ധിക്ക്, ശ്രേയസ്സിന് കാരണമാക്കി തരും. ദൈവത്തെ മാനിച്ചാൽ ദൈവം ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും നമ്മളെ മാനിക്കും, നമ്മുടെ ജീവിത വിഷയത്തിന്മേൽ തീരുമാനങ്ങൾ നൽകും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. എന്നാൽ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കൊല്ലത്തു നിന്നാണ്. 2022 ഡിസംബർ 11 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഞാൻ വരാനുണ്ടായ കാരണം, ഒരു ഗതിയും പരഗതിയില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2022 നവംബർ മാസത്തിൽ എനിക്ക് വീട്ടിലെല്ലാവർക്കും പനിയും ചുമയെല്ലാമായി. ഞാനൊരു ന്യൂറോ പേഷ്യൻ്റാണ്. എനിക്ക് ചുമച്ച് തലയെല്ലാം നല്ല വേദനയും, മരുന്നിന് പോലും പൈസയില്ല. വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക വീട് മാറണം. വേറൊരു വീടെടുക്കാൻ പോലും ഒരു വഴിയുമില്ല. 50,000 60,000 ഒക്കെ അഡ്വാൻസ് കൊടുക്കണം. 5 രൂപ പോലും എടുക്കാനില്ലാത്ത ഞാൻ എന്ത് ചെയ്യും? എൻ്റെ 2 മക്കളും ഭർത്താവും ഉണ്ട്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിട്ടിക്ക് കടമെടുത്ത് ഒരു ഓട്ടോ എടുത്ത്, ആ ഓട്ടോ എടുത്തിട്ട് ഒരു സ്റ്റാൻഡിൽ ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. സത്യം പറഞ്ഞാൽ വീട്ടിലെ നിത്യച്ചെലവിന് പോലും വല്ലാതെ ബുദ്ധിമുട്ടിയ അവസ്ഥയായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് ചുമയും ഇതും കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ് ഒരാഴ്ചയോളം ഹോസ്പിറ്റൽ വാസമായിരുന്നു. ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. എങ്ങ് പോയി ചോദിക്കും, ചുറ്റിനും കടവും ഉണ്ട്, ചിട്ടിയൊക്കെ മുടങ്ങി, ആൾക്കാർ വഴക്ക് പറയാൻ തുടങ്ങി. ഒരവസ്ഥയില്ലാത്ത സമയത്ത് ഞാൻ അടുത്തുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അങ്കിളെ എനിക്ക് കൃപാസദനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം, എനിക്കൊരു 500 രൂപ തരുമോ? അതിനെന്താ വന്നോളൂ, ഞാൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ അതും വാങ്ങിച്ച് 2022 ഡിസംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത്. ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് ഒന്ന് മാത്രമേ വെച്ചോളൂ. എൻ്റെ രോഗത്തെക്കുറിച്ചോ മറ്റുള്ള ഒന്നിനെക്കുറിച്ചോ ഞാൻ വെച്ചിട്ടില്ല. ഞാൻ വെച്ചത് ഇതാണ്: മാതാവേ, എനിക്ക് വാടകയില്ലാതെ കിടക്കണം, എനിക്ക് കിടക്കാനൊരു സ്ഥലം വേണം. ഞാൻ എൻ്റെ 2 മക്കളുമായിട്ട് എവിടെ പോകണമെന്ന് പോലും എനിക്കറിയത്തില്ല. എൻ്റെ ഈ അവസ്ഥയിൽ, എൻ്റെ ഈ ആകുലതയിൽ അമ്മ എന്നെ കൈ പിടിക്കണം. ഇത്രയാണ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ മാതാവ് എനിക്ക് 2022 ഡിസംബർ 13 3 അനുഗ്രഹങ്ങളാണ് എനിക്ക് തന്നത്. അതിൽ എനിക്ക് വീട് കിട്ടിയതിനെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ മാതാവിനോട് പറയാത്ത 2 കാര്യങ്ങളുണ്ട്. ഹെബ്രയരുടെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണെന്ന്. അതേപോലെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സുകൊണ്ട് മാതാവിനോട് ഞാൻ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, വർഷങ്ങളായിട്ട് എൻ്റെ അമ്മയും അപ്പനും വിദേശത്ത് പോകാൻ കൊടുത്തിരുന്നു. അത് നടക്കുന്നില്ല. 13 അമ്മയ്ക്ക് ഫോൺ വരുന്നു: നിങ്ങളുടെ ഇത് സാങ്ഷനായി, നിങ്ങൾക്ക് 14 കയറിപ്പോകണം. അവിടെയും വീണ്ടും ഒരു പരീക്ഷണം വന്നു. 6 ലക്ഷം രൂപ അടയ്ക്കണം. 1 രൂപ പോലും എടുക്കാനില്ലാത്ത ഞങ്ങൾ എങ്ങനെ 6 ലക്ഷം രൂപ അടയ്ക്കും? അങ്ങനെ ബുദ്ധിമുട്ടി അങ്ങേയറ്റ അമ്മയൊപ്പന് ചെന്ന് ചോദിച്ച സ്ഥലത്ത് നിന്നെല്ലാം പൈസ കിട്ടി. അവർ 14 തന്നെ കയറിപ്പോകുകയും അമ്മ അവിടെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു.
ഇസ്രായേലിലേക്കാണ് പോയത്. കർത്താവിൻ്റെ സ്ഥലത്ത് തന്നെ അവരെത്തിപ്പെട്ടു. രണ്ടാമത് ഒരു സ്റ്റാൻഡിൽ ഓട്ടോ ഇടണമെങ്കിൽ 30,000 രൂപ യൂണിയൻകാർക്ക് കൊടുക്കണം. 30 രൂപ എടുക്കാനില്ലാത്ത ഞാനെങ്ങനെ 30,000 രൂപ കൊടുക്കും? ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് പരിചയമുള്ള ഒരാൾ കൈയാട്ടി വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയെങ്കിലും സ്റ്റാൻഡ് കിട്ടിയോ? ഇല്ല. എന്നാൽ ഇവിടെ 250 രൂപ അടച്ച ഒരു കൂപ്പൺ എടുത്ത് സ്റ്റിക്കർ വണ്ടിയിൽ ഒട്ടിക്കാൻ പറഞ്ഞു. അപ്പോഴും ആ 250 രൂപ പോലും ഇല്ല. അപ്പോഴും ഒരു ഓട്ടം കിട്ടി. ആ തുക എടുത്ത് അവിടെ അടച്ചു. മാതാവ് ഇടപെട്ട ഒരു ഓട്ടോ സ്റ്റാൻഡ് ഞങ്ങൾക്ക് കിട്ടി. അപ്പം എനിക്ക് താമസിക്കാൻ ഇടമില്ലാത്തതാണ് എൻ്റെ വിഷയം. എൻ്റെ അപ്പനും അമ്മയും ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മയും അപ്പനും സന്തോഷത്തോടെ ഓടി വന്നിട്ട് താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ ഇനി വാടക വീട്ടിലൊന്നും കിടക്കണ്ട മോളെ, അവിടെ ഉള്ള സ്ഥലത്ത് വന്ന് താമസിക്കുന്നു പറഞ്ഞ് തന്ന്. എനിക്ക് അസാധ്യമായ കാര്യമാണ് എനിക്കിവിടെ വന്നതിന് ശേഷം സാധിച്ചത്. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന തിരുവചനം ഞാൻ കൂടെ ചൊല്ലുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യം, ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എനിക്ക് സാധിച്ചു തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു തിരുവചനവും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹെബ്രായർ 15-16 വാക്യങ്ങൾ. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ സഹനങ്ങളിൽ സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ എല്ലാ കാര്യങ്ങളിലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപയും ലഭിക്കുന്നതിനായി പ്രത്യാശയുടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് പോകുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ സിംഹാസനം പരിശുദ്ധ അമ്മയുടെ ഉദരമാണ്. ആ സിംഹാസനത്തിനെ തേടി ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല, എങ്ങനെ അത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് താമസിക്കാൻ ഇടം കിട്ടി, എൻ്റെ അമ്മയ്ക്കും അപ്പനും പോകാൻ പറ്റി, ഭർത്താവിനൊരു സ്റ്റാൻഡ് കിട്ടി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചെറിയാൻ മാതാവ് എനിക്ക് വാരിക്കോരി ചെറിയാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എങ്കിലും എനിക്ക് ഇത്രയും തന്നെ എൻ്റെ മാതാവിന് ഈശോന് 1000 നന്ദി ഞാൻ പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനം 34:8. സങ്കീർത്തനം 34:8 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കാർമലി എന്ന മകൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇവിടെ നിയോഗം വച്ച്, അതായത് ഒരു നിയോഗമാണ് ആ മകൾ ആകെ കൂടെ മനസ്സിലും ഹൃദയത്തിലും പേപ്പറിലും എല്ലാം എഴുതിക്കൊണ്ട് നടന്നത്. ആ നിയോഗം വാടക കൂടാതെ എനിക്കൊന്ന് താമസിക്കണം, അതിനുള്ള ഒരു സ്ഥലം എനിക്ക് അമ്മ ഒരുക്കി തരണം. അപ്പോൾ അങ്ങനെ ആ ഒരു നിയോഗവുമായി വന്ന മകൾക്ക് മറ്റ് 2 കൃപകൾ കൂടി നൽകിയാണ് അമ്മ ഇവിടുന്ന് പറഞ്ഞു വിടുക. ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇരട്ടി നൽകുന്ന, അതിലും കൂടുതലും നൽകുന്ന ഒരമ്മയുടെ സന്നിധിയിലാണ് നാം നിൽക്കുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാറ്റിലും നമുക്ക് കാണുവാൻ കഴിയുക. ഒത്തിരിയേറെ വേദനയോടെ ഇവിടെ ഈ മകൾ പങ്കുവച്ച അനുഭവം നാം കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മെ തേടിയെത്തുന്ന, അതായത് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത്തിന് അവരുടെ വാഗ്ദാന നാട്ടിലേക്ക് അവർക്ക് പോകുവാൻ, ആ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ കൃപാസന അമ്മയുടെ സന്നിധിയിൽ വന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തടസ്സങ്ങൾ ഓരോന്നോരോന്നായി നീങ്ങിപ്പോവുകയാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിലൂടെ. ഈ മകൾക്കും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് കൈയടിച്ച്